എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ജൂൺ മാസം 17-ാം തീയതി തിരുഹൃദയ വണക്കമാസത്തിൽ ഏറെ പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം യഥാർത്ഥമായ സൗഭാഗ്യവും ഈശോയുടെ ദിവ്യഹൃദയവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ സൗഭാഗ്യം എന്താണ്? തിരുഹൃദയത്തോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ, ഈ ഒരു വിഷയം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഏറെ പ്രത്യേകമായി ഈ ശുശ്രൂഷയിൽ ലോകം മുഴുവനും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളെയും ദിവ്യകാരുണ്യനാഥ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. അവരുടെ ഹൃദയഭാരങ്ങൾ, ഹൃദയ നൊമ്പരങ്ങൾ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സഹായിക്കുന്ന എല്ലാ പ്രവർത്തകരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും സ്പിരിച്വൽ ആനിമേറ്ററായ അലക്സാണ്ടർ അച്ഛനെയും എല്ലാ ശുശ്രൂഷകരെയും സ്റ്റുഡിയോയിലായിരിക്കുന്ന സഹോദരങ്ങളെയും പ്രത്യേകമായി കൃപാസനത്തോട് ചേർന്ന് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒത്തിരി ശുശ്രൂഷകളിൽ സഹായിക്കുന്ന ഓരോ മക്കളെയും ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഏറെ പ്രത്യേകമായി കൃപാസനത്തിൽ വന്നും ഓൺലൈനായും ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയും നിയോഗങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന മക്കളെ പ്രത്യേകമായി ഓർക്കുന്നു. ഈ തിരുഹൃദയ ആരാധനാ മണിക്കൂറിൽ ഈശോയുടെ ആ യഥാർത്ഥ സൗഭാഗ്യത്തെ പറ്റി ധ്യാനിക്കുമ്പോൾ, തിരുഹൃദയത്തോട് ചേർന്ന് ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആന്തരിക നേത്രങ്ങളെ, ഹൃദയാന്തർഭാഗങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്താൽ ഞങ്ങളുടെ കർണപുടങ്ങളെ ലേപനം ചെയ്യണമേ. ഈശോയെ, നീ ആഗ്രഹിക്കുന്ന വചനങ്ങൾ എന്നിലൂടെ ജനങ്ങൾക്ക് കൈമാറുവാനും അതുവഴി അനേകായിരം മക്കൾക്ക് ആത്മാഭിഷേകത്താൽ നിറഞ്ഞ് വലിയ മാനസാന്തരത്തിൻ്റെ വിടുതലും, ഈശോയെ, ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്ന മക്കൾക്ക്, പാപബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് ഈശോയെ വലിയ വിടുതലും പ്രദാനം ചെയ്യണമേ. ഏറെ പ്രത്യേകമായിട്ട് ഈ തിരുഹൃദയ ആരാധനാ മണിക്കൂറിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന രോഗികളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഒത്തിരിയേറെ കൊറോണ രോഗികളാണ് ഇന്ന് കൃപാസനത്തിലോട്ട് വിളിച്ച് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് വൈദികരും സന്യസ്തരും അൽമായരും എല്ലാം സഭാമക്കള് ഒത്തിരിയേറെ വിഷമിച്ച് ആശുപത്രികളിലും വീടുകളിലും ക്വാറന്റൈനിലുമൊക്കെ ആയിരിക്കുന്നുണ്ട്. എല്ലാവരെയും പ്രത്യേകമായി ഓർക്കുന്നു. കൃപാസനത്തിലേക്ക് ഇന്നേ ദിനം പ്രത്യേകമായി വലിയ വലിയ രോഗാവസ്ഥകൾ വിളിച്ച് പറഞ്ഞ ഓരോ മക്കളെയും ഇപ്പോൾ പ്രത്യേകമായി ഓർക്കുന്നു. ബ്രഹറിൽ നിന്ന് വിളിച്ച മാത്യു ചാക്കോ എന്ന സഹോദരൻ തൈറോയിഡ് ക്യാൻസർ മൂലം വിഷമിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ച വിഷ്ണു എന്ന സഹോദരൻ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകുന്നു പറഞ്ഞു. ആ മകനെ പ്രത്യേകമായിട്ട് തിരുഹൃദയനാഥ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പത്തനംതിട്ടയിൽ നിന്ന് വിളിച്ച അഭിലാഷ് എന്ന സഹോദരൻ അപകടത്തെ തുടർന്ന് കിഡ്നി മാറ്റിവെക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ആ സഹോദരനെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. അജീന ജോൺ എന്ന സഹോദരി തലയിലെ ട്യൂമർ മൂലം വിഷമിക്കുന്നു. ആ സഹോദരിയെ പ്രത്യേകമായി ദിവ്യകാരുണ്യനാഥ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. കോട്ടയത്ത് നിന്ന് വിളിച്ച അനിൽകുമാർ കിഡ്നിയിൽ ഒരു ഭാഗത്ത് ദശ വിളർന്ന് വളരെയേറെ നൊമ്പരപ്പെട്ട് കഴിയുന്നു. ചമ്പക്കുളത്ത് നിന്ന് വിളിച്ച ബേബിച്ചൻ കോവിഡ് ബാധിച്ച് സീരിയസ് ആയിട്ട് വെന്റിലേറ്ററിലായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പൂന്തുറയിൽ നിന്ന് വിളിച്ച ജെനിഫർ എന്ന സഹോദരി 9 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആ മകൾക്ക് ഗർഭസ്ഥ ശിശുവിൻ്റെ വയറ്റിൽ മുഴയാണെന്നാണ് സ്കാനിങ് റിപ്പോർട്ടിൽ തെളിഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം
ഓരോരോ വിഷയങ്ങൾ മാത്രം അനേകായിരം മക്കളാണ് ഈ തിരുഹൃദയ ആരാധനാ മണിക്കൂറിൽ അനേകായിരം നൊമ്പരങ്ങളോടുകൂടെ, ഹൃദയഭാരങ്ങളോടുകൂടെ, ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുമായിട്ട് തിരുഹൃദയനാഥൻ്റെ മുമ്പിലായിരിക്കുന്നത്. എല്ലാ മക്കളെയും ഏറെ പ്രത്യേകമായി കൃപാസനത്തിൽ ഇന്നേ വരെ പ്രാർത്ഥിച്ചു പോയിട്ടുള്ള ഓരോ മക്കളെയും, തീർത്ഥാടക ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള മക്കളെയും, ഇവിടെ ശുശ്രൂഷ ചെയ്തു പോയിട്ടുള്ള മക്കളെയും, ഇപ്പോൾ മരിച്ചുപോയ സഹോദരങ്ങളെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥയാൽ ഈ മക്കൾക്ക് എല്ലാവർക്കും ദിവ്യകാരുണ്യ നാഥ നിന്റെ സൗഖ്യവും സമാധാനവും പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം ഈശോയെ നമ്മുടെ ഭവനങ്ങളിലേക്ക് സ്വീകരിച്ച് ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുകരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഞങ്ങളെ തിരഞ്ഞു വന്ന നാഥ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഈശോയെ ആരാധന, ആരാധന. ഹാലലൂയ. ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ അടുത്തേക്ക് വന്ന നാഥ, തിരുഹൃദയനാഥ, നിന്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങൾ ഓരോരുത്തരെയും ജ്വലിപ്പിക്കണമേ. ഹാലലൂയ, ഹാലലൂയ. എന്തോ നീ തിരഞ്ഞു വന്നു വൻപാപിയുള്ളിൽ, എന്തോ നീ തിരഞ്ഞു വന്നു പരിശുദ്ധ പരമാദിവികാരണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ജൂൺ മാസം 17-ാം തീയതി യഥാർത്ഥമായ സൗഭാഗ്യത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. തിരുവചനം നമ്മളോട് പറയുന്നത് പ്രകാരമാണ്: ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന്. യഥാർത്ഥമായ സൗഭാഗ്യത്തെപ്പറ്റി തിരുഹൃദയത്തോട് ചേർന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ വചനം ഏറ്റവും അർത്ഥവത്താണ്. നമ്മൾക്ക് ലോകത്തോടുള്ള മൈത്രി അത് ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. 1 യോഹന്നാൻ 2:7 തിരുവചനം: ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നുപോകും, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്ന്. ലോകമോഹങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് തിരുഹൃദയനാഥ, നിന്നോടുള്ള വലിയ സ്നേഹത്തെ ഞങ്ങൾ മനസ്സിലാക്കാതെ അനുഭവിക്കാതെ പോയിട്ടുണ്ട്. ആ നിമിഷത്തെ ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. വചനത്തിലൂടെ നീ ഞങ്ങളോട് പറഞ്ഞത് ഇപ്രകാരമാണല്ലോ: ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും. യാക്കോബ് ശ്ലീഹ വീണ്ടും പറയുന്നത് പ്രകാരമാണ് 4-ാം അധ്യായം 5-ാം തിരുവചനത്തിലൂടെ: നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടുകൂടെ അഭിലഷിക്കുന്നു. അതെ, ദൈവത്തോട് നമ്മൾ ഐക്യപ്പെട്ട് ദൈവത്തിൻ്റെ മിത്രമായി ദൈവഹിതം മാത്രം പ്രവർത്തിക്കുന്നവരാകുമ്പോൾ നമ്മുടെ ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുമെന്നാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹ 4-ാം അധ്യായം 5-ാം തിരുവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ വലിയ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാക്കളെ അസൂയയോടെ അഭിലഷിക്കുന്ന ദൈവത്തിൻ്റെ പിതൃസഹജമായ സ്നേഹം, ഈശോയുടെ യഥാർത്ഥ സൗഭാഗ്യവും തിരുഹൃദയത്തോട് ചേർന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ
ലോക വസ്തുക്കളോടുള്ള വിരക്തി അത് ദൈവത്തോടുള്ള ആ വലിയ ഐക്യമാണെന്നുള്ള വലിയ ബോധ്യം, ആന്തരിക ബോധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുഹൃദയനാഥനോട് ചേർന്ന് ദൈവത്തോട് സഖ്യം ചേരുവാനും ലോകമോഹങ്ങളോട് വിട പറയുവാനും ദൈവഹിതം മാത്രം പ്രവർത്തിച്ച് മുന്നേറുവാനുമുള്ള വലിയ അഭിഷേകത്തിനായി തിരുഹൃദയനാഥനെ നമ്മുടെ ഭവനങ്ങളിലേക്ക് ക്ഷണിച്ച്, ഹൃദയങ്ങളിലോട്ട് ക്ഷണിച്ച് നമുക്ക് ആലപിക്കാം. തിരുഹൃദയനാഥ, ഞങ്ങളെ നീ തിരഞ്ഞു വന്നല്ലോ, ഞങ്ങളെ സ്വന്തമായി നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്താ നിൻ തിരുപാദ ചിന്താകളാണി പെട്ടി, അന്തമില്ലാത്ത രക്തം ചിന്തിക്കൊഴുകുന്നു, എന്തോ നീ തിരഞ്ഞു വന്നീ വന്താടിയുള്ളിൽ, എന്തോ നീ തിരഞ്ഞു വന്നു. പരിശുദ്ധ പരമാദിവികാരണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യഥാർത്ഥ സൗഭാഗ്യവും ഈശോയുടെ തിരുഹൃദയവും ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ ഈശോയ്ക്ക് പിതാവിനോടുണ്ടായിരുന്ന ആ വലിയ ഐക്യം നമ്മൾ ധ്യാനിക്കുന്നു. അതേപ്പറ്റി ധ്യാനിക്കാതെ നമുക്ക് യഥാർത്ഥമായ സൗഭാഗ്യത്തെപ്പറ്റി മനനം ചെയ്യുക സാധ്യമല്ല. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഈശോ തൻ്റെ 72 ശിഷ്യന്മാരെ വിളിച്ച് താൻ പോകാനിരുന്ന പട്ടണത്തിലേക്ക് ഈ 2 പേരായി അയക്കുന്ന സന്ദർഭം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ശിഷ്യന്മാരെല്ലാവരും ഓരോ പട്ടണങ്ങൾ സന്ദർശിച്ച് തിരിച്ച് തങ്ങളുടെ ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോൾ അവർ പറയും, ഒത്തിരി സന്തോഷത്തോടുകൂടിയാണ് അവർ പറയുന്നത്, ഈശോ, നിൻ്റെ നാമത്തിൽ പിശാചുക്കൾ നിബുധിക്കുന്നത് ഞങ്ങൾ കണ്ടു, നിൻ്റെ നാമത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഞങ്ങൾ കണ്ടു. ഈശോ ആ സമയം ആത്മാവിൽ ആനന്ദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതെ, പിശാച് താഴെ വീഴുമ്പോൾ, ബന്ധനങ്ങൾ തകർക്കപ്പെടുമ്പോൾ പിതാവ് മഹത്വപ്പെടുന്നു, ഈശോ ആനന്ദിക്കുന്നു. ഈശോ ആത്മാവിൽ ആനന്ദിച്ചിട്ട് ഇപ്രകാരം പറയും, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിലാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്. അതെ, ഈശോ അപ്പോഴും യഥാർത്ഥ സൗഭാഗ്യം എന്ന് പറയുന്നത് അപ്പായുടെ പുസ്തകത്തിലുള്ള പേര്, ആ ഗ്രന്ഥത്തിലെ പേര് ചേർക്കപ്പെടുന്നതിലാണ് എന്ന് തൻ്റെ ശിഷ്യഗണത്തെ ഉദ്ബോധിപ്പിക്കുകയായിരുന്നു. വീണ്ടും അവിടുന്ന് പറയും, നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്, കാരണം നിങ്ങൾ കാണുന്നവ കാണാൻ അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും കൊതിച്ചു, പക്ഷേ അവർക്ക് കഴിഞ്ഞില്ല. തിരുഹൃദയനാഥ, ഈ മണിക്കൂറിൽ നിനക്ക് ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതിയാണ് നീ അപ്പമായി ഈ കൂദാശയിൽ എഴുന്നള്ളി ഞങ്ങൾ ഓരോരുത്തരെയും നിൻ്റെ ആ തിരുഹൃദയ തണലിലോട്ട് ഞങ്ങളെ ക്ഷണിച്ചതെന്ന് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു. യഥാർത്ഥ സൗഭാഗ്യമായ അപ്പായുടെ സന്തോഷത്തിലേക്കാണ് ഞങ്ങളെ ഓരോരുത്തരെയും നീ മാടി വിളിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാകുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അടയാളങ്ങളെക്കാളും അത്ഭുതങ്ങളെക്കാളും ഉപരി സ്വർഗത്തിൽ പേരെഴുതപ്പെടേണ്ടവരാണ് ഞങ്ങളെന്ന
വലിയ ആന്തരിക ബോധ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ദിവ്യകാരുണ്യനാഥ, ഈ കാലഘട്ടത്തിലും അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും നീ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ആ വലിയ സ്നേഹത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിരുഹൃദയനാഥ, നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. ആന്തരിക അഭിഷേകമായി ഞങ്ങളിലേക്ക് നിന്റെ കൃപകള് വഴിഞ്ഞൊഴുകട്ടെ. തിരുഹൃദയനാഥ, ഞങ്ങളെ തേടി വന്ന നിന്റെ ആ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഒരേ മനസ്സോടുകൂടി നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരുവന്റെ ജീവിതത്തിലെ യഥാർത്ഥമായ സൗഭാഗ്യം എന്താണെന്ന് തിരുഹൃദയനാഥൻ മനുഷ്യ മക്കളോടുള്ള തൻ്റെ സ്നേഹത്തെ പ്രതി കുരിശിൽ ചിന്തി അവിടുന്ന് അത് പ്രകടമാക്കുകയുണ്ടായി. കാണാതായ ആടിൻ്റെ ഉപമ ഈശോ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അവിടുന്ന് തൻ്റെ ആ വലിയ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് പറഞ്ഞു തന്നത് ഇപ്രകാരമാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുവചനം. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ എൻ്റെ അപ്പ സന്തോഷിക്കുമെന്നാണ് തിരുഹൃദയനാഥൻ നമ്മളെ പഠിപ്പിച്ചത്. ദിവ്യകാരുണ്യനാഥ, ഈ നിമിഷം നിന്റെ തിരുഹൃദയത്തോട് ചേർന്ന് യഥാർത്ഥമായ സൗഭാഗ്യത്തെപ്പറ്റി ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപ സാഹചര്യങ്ങളെ പ്രത്യേകമായി തിരുഹൃദയനാഥ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടും ഒത്തിരിയേറെ തഴക്ക ദോഷങ്ങൾക്ക് ഞങ്ങളിപ്പോഴും അടിപ്പെട്ട് ജീവിക്കുകയാണ്. ഒരുപാട് മക്കളാണ് കൃപാസനം അൾത്താരയിൽ പരിശുദ്ധ ദേവമാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ ദുശീലങ്ങൾ, പാപബന്ധനങ്ങൾ ഞങ്ങൾക്ക് ഉടമ്പടി പ്രാർത്ഥനയിലൂടെ അതിൽ നിന്ന് വിടുതൽ കിട്ടിയെന്ന്. ഇപ്പോഴും അനേകം മക്കള് അനേകം പാപ സാഹചര്യങ്ങളിൽ അകപ്പെട്ട് കഴിയുന്നുണ്ട്. അവർക്കെല്ലാം ഒത്തിരി ആഗ്രഹമുണ്ട് തങ്ങളുടെ ഈ പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊരു വിടുതൽ കിട്ടണമെന്ന്. ദിവ്യകാരുണ്യനാഥ, ഈ നിമിഷം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ പാപ സാഹചര്യത്തിൽ കഴിയുന്ന മക്കളെ ദിവ്യകാരുണ്യനാഥ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഈ തിരുഹൃദയ ദിവ്യകാരുണ്യ ആരാധനയിൽ ലോകം മുഴുവൻ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ വ്യക്തിപരമായ പാപ ദൂഷ്യങ്ങളെ ദിവ്യകാരുണ്യനാഥ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന മക്കളോട് കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കൃപാസനത്തിൽ ഇന്നേ വരെ നടന്നിട്ടുള്ള എല്ലാ ശുശ്രൂഷകളോടും ചേർത്ത് ആ യോഗ്യതകളെ അടിസ്ഥാനപ്പെടുത്തി ആ മക്കളോട് തിരുഹൃദയനാഥ കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുശീലങ്ങൾക്ക് അടിപ്പെട്ട മക്കള്, അനുസരണശീലമില്ലാത്ത മക്കള്, മദ്യപാനം, പുകവലി, പോൺ ഫിലിംസ് മുതലായവയൊക്കെ അടിപ്പെട്ടു പോയ മക്കള്, നാവിനെ നിയന്ത്രിക്കാൻ പറ്റാതെ കുടുംബ വഴക്ക് നിരന്തരം നിലനിൽക്കുന്ന സഹോദരങ്ങള്, വർഷങ്ങളായിട്ടുള്ള അതിർത്തി പ്രശ്നങ്ങൾ, വഴി പ്രശ്നങ്ങൾ, നിസാര പ്രശ്നങ്ങളുടെ പേരിൽ സഹോദരങ്ങൾ തമ്മിൽ വർഷങ്ങളായി വഴക്ക് സൂക്ഷിക്കുന്നവർ, എല്ലാ മക്കളെയും ദിവ്യകാരുണ്യനാഥ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. അവിഹിത ബന്ധങ്ങൾ തുടർന്നുകൊണ്ട് പോകുന്ന ദാമ്പത്യങ്ങൾ എല്ലാവരെയും ദിവ്യകാരുണ്യനാഥ നീ വ്യക്തിപരമായി ഞങ്ങളെ ഓരോരുത്തരെയും അറിയുന്നു. ഞങ്ങളുടെ ബലഹീനതകൾ നീ മനസ്സിലാക്കുന്നു. ദിവ്യകാരുണ്യനാഥ ഞങ്ങളെല്ലാം ഈശോയെ, ഞങ്ങളുടെ എല്ലാ ബലഹീനതകളെയും, പാപത്തിൽ വീണു പോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിന്റെ യഥാർത്ഥ സൗഭാഗ്യം, പിതാവ് ഞങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന യഥാർത്ഥമായ സൗഭാഗ്യം കാണാൻ ഞങ്ങളുടെ ആന്തരിക നയനങ്ങളെ തുറക്കണമേ. അതുവഴി പാപത്തിൽ നിന്ന് അകന്ന് ഓടി അകലുവാനുള്ള വലിയ കൃപ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥ ഞങ്ങളുടെ അന്തരംഗങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ സുധീരനാക്കണമേ, നന്മതൻ നിറകുടമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നാഥാ നിൻ തിരുമുറിവിൽ എനിക്കഭയം പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യഥാർത്ഥ സൗഭാഗ്യത്തെ തിരുഹൃദയനാഥനോട് ചേർത്ത് വായിക്കുമ്പോൾ ഈശോയുടെ എല്ലാ സൗഭാഗ്യങ്ങളും, ഭാഗ്യം, സന്തോഷം എന്നെല്ലാം പറയുന്നത് പിതാവിൻ്റെ സന്തോഷമായിരുന്നു. നമുക്കറിയാം, കേസറിയ ഫിലിപ്പിയിൽ വെച്ച് ഈശോ വളരെ തന്ത്രപരമായിട്ടുള്ളൊരു ചോദ്യം ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിഷ്യഗണത്തോടാണ് ഈശോ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. കേസറിയ ഫിലിപ്പിയിൽ വെച്ച് ഈ ചോദ്യം ശിഷ്യഗണത്തോട് ഉന്നയിക്കുമ്പോൾ ശിഷ്യന്മാർ പല മറുപടി പറയും. ചിലർ സ്നാപ യോഹന്നാൻ എന്ന് പറയും, ചിലർ ഏലിയ എന്ന് പറയും, ചിലർ പറയും പ്രവാചകന്മാരിൽ ഒരുവനെന്ന്. ഈശോയ്ക്ക് ആ മറുപടിയിൽ തൃപ്തി തോന്നിയില്ല. കാരണം അത് സത്യമായിരുന്നില്ല എന്നത് തന്നെ. ഈശോ വീണ്ടും ചോദിക്കും, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഉടനെ ശിമിയോൻ പത്രോസ് പറയും, നീ സജീവ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. ഈശോ ആ സമയം യഥാർത്ഥമായ സൗഭാഗ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആത്മാവിൽ സന്തോഷിച്ച് ഒരു മറുപടി പറയും. യോനായുടെ പുത്രനായ ശിമിയോനെ, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നതെന്ന്. തിരുഹൃദയനാഥൻ്റെ
യഥാർത്ഥ സൗഭാഗ്യം എന്ന് പറയുന്നത് അപ്പായിലുള്ള സന്തോഷമായിരുന്നു. അപ്പായെ മഹത്വപ്പെടുത്തുക, പിതാവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറയുന്നത് ഇപ്രകാരമാണ്. 1-ാം അധ്യായം 17-ാം തിരുവചനത്തിലൂടെ, ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. അതെ, പൂർണ്ണമായ ദാനങ്ങൾ അത് അപ്പായിൽ നിന്നാണ് വരുന്നത്. ശിമയോൻ പത്രോസിന് അത് ഈശോ രക്ഷകനായ ക്രിസ്തുവാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തത് മാംസരക്തങ്ങളല്ല, ജഡത്തിൻ്റെ ആത്മാവല്ല, അത് എൻ്റെ പിതാവിൻ്റെ ആത്മാവാണെന്നാണ് ഈശോ സാക്ഷ്യപ്പെടുത്തുന്നത്. തിരുഹൃദയനാഥ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിവിധ ജീവിത സാഹചര്യങ്ങളെ ഇപ്പോൾ നിന്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുഹൃദയനാഥ, ക്ലേശങ്ങൾ പെരുകുമ്പോൾ, ജീവിത പ്രതിസന്ധികൾ ഞങ്ങളെ വേട്ടയാടുമ്പോൾ, പലപ്പോഴും നിന്നെ സാക്ഷ്യപ്പെടുത്താനുള്ള അവസരങ്ങൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിൽക്കുമ്പോഴും നീയാണ് കർത്താവ് എന്ന് ഏറ്റുപറയാൻ ഞങ്ങൾ മടി കാണിച്ചിട്ടുണ്ട്. നിന്നിൽ മാത്രമാണ് രക്ഷ, മനുഷ്യരിൽ നിങ്ങൾ രക്ഷ പ്രാപിക്കരുത് എന്ന തിരുവചനത്തെ ഞങ്ങൾ മറന്നുകൊണ്ട് പലപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട്. ദിവ്യകാരുണ്യ നാഥ, സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും രക്ഷയായ നിന്റെ നാമത്തെ ഏറ്റുപറയാൻ, പൊതുജന സമക്ഷം നിന്നെ ഏറ്റുപറയുവാൻ, പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ അന്തരംഗങ്ങളെ നിങ്ങൾ ഈശോയെ എൻ്റെ അന്തരംഗത്തെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം ഇരുകരങ്ങളും ഉയർത്തി ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സകല വിശുദ്ധരുമൊന്ന സദം പരിശുദ്ധ പരമാദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യഥാർത്ഥ സൗഭാഗ്യത്തെ തിരുഹൃദയനാഥൻ്റെ ആ ഹൃദയത്തോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ, മനനം ചെയ്യുമ്പോൾ, ഒരു യഥാർത്ഥ ശിഷ്യന് അല്ലെങ്കിൽ ഒരു ശിഷ്യയ്ക്ക് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന മനോഭാവം എന്തായിരിക്കണം എന്നുകൂടി ഒരു ദൈവ പൈതൽ മനസ്സിലാക്കിയിരിക്കണം. ഈശോയുടെ വചനം ഇപ്രകാരമാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം തിരുവചനം. കർത്താവേ, കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഈശോ തൻ്റെ നിലപാട് തിരുവചനത്തിലൂടെ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. കർത്താവേ, കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം, ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. വീണ്ടും മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 50-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്.
സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും. ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും തിരുഹൃദയനാഥ അപ്പായോട് ചേർന്നുകൊണ്ട് അപ്പായുടെ ഹിതം മാത്രം പ്രവർത്തിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. വീണ്ടും മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 2 പുത്രന്മാരുടെ ഉപമയിലൂടെ ഈശോ തിരുഹൃദയനാഥൻ അപ്പായുടെ ഇഷ്ടം മാത്രം പ്രവർത്തിക്കുന്ന അവൻ്റെ ആ വലിയൊരു പദവി എന്തായിരിക്കുമെന്ന് ഉപമയിലൂടെ നമുക്ക് വെളിവാക്കി തരുന്നുണ്ട്. 2 പുത്രന്മാരോട് 2 പേരോടും മുന്തിരി വയലിലോട്ട് വേലയ്ക്കായി പോകുക എന്ന് പിതാവ് ആവശ്യപ്പെടുന്നു. ആദ്യത്തെ മകൻ പോകാമെന്ന് പറഞ്ഞെങ്കിലും അവൻ പോയില്ല. 2ാമത്തെ മകൻ ഞാൻ പോകില്ല എന്ന് പറഞ്ഞെങ്കിലും അവൻ പിന്നീട് അനുദപിച്ച് വയലിലൊക്കെ തൻ്റെ വേലയ്ക്കായി, തൻ്റെ പിതാവ് നിയോഗിച്ച വേലയ്ക്കായി പോകുന്നതായി നമ്മൾ കാണുന്നു. ഈശോ അതിൻ്റെ ഉള്ളടക്കം എന്നോണം പറയുന്നത് ഇപ്രകാരമാണ്: ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന്. ദിവ്യകാരുണ്യനാഥ, അനുതാപത്തിൻ്റെ വലിയ ആവശ്യകതയെക്കുറിച്ച് നീ ഞങ്ങളോട് ഈ ഉപമയിലൂടെ വെളിവാക്കുകയായിരുന്നു. പലപ്പോഴും ദൈവരാജ്യ പ്രവർത്തനങ്ങൾക്ക്, ദൈവരാജ്യോന്മുഖമായ മൂല്യങ്ങൾക്ക് ഞങ്ങൾ 2ാം സ്ഥാനം നൽകിപ്പോയിട്ടുണ്ട്. പലപ്പോഴും സമർപ്പണത്തിൻ്റെ അരൂപി ഉൾക്കൊണ്ടല്ല ഞങ്ങളുടെ ഓരോരുത്തരുടെയും ദൈവരാജ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സമൂഹത്തിൽ വ്യാപരിച്ചു പോയിട്ടുള്ളത്. ആ നിമിഷങ്ങളെ പ്രതി ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾ നിങ്ങളോട് മാപ്പപേക്ഷിക്കുന്നു, ഞങ്ങൾ നിന്നോട് മാപ്പപേക്ഷിക്കുന്നു. ഈ തിരുഹൃദയ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈശോയുടെ ആ തിരുഹൃദയത്തിനെതിരായി, അപ്പായുടെ ആ ഇഷ്ടത്തിനെതിരായി ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ പാപ സാഹചര്യങ്ങൾക്കും മാനുഷിക പ്രാധാന്യം കൊടുത്ത് ദൈവവാക്കിന് 2ാം സ്ഥാനം കൽപ്പിച്ച് 1ാം പ്രമാണത്തിനെതിരായി ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപ അവസ്ഥകളെയും നമുക്കിപ്പോൾ ഓർക്കാം. തിരുഹൃദയനാഥ, നീ മണിക്കൂറിൽ യഥാർത്ഥ സൗഭാഗ്യത്തെപ്പറ്റി ധ്യാനിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഇപ്രകാരമാണ്: കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന്. തിരുഹൃദയനാഥ, ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും നിന്റെ ഹിതം മാത്രം അനുവർത്തിക്കുവാനും നിന്റെ യഥാർത്ഥ ശിഷ്യരായി തീരുവാനുമുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഇരുകരങ്ങളും ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ആത്മാവിൽ ഈശോയെ കൃപയായി വന്ന് നിറയണമേ. ഞങ്ങളുടെ അന്തരംഗങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരുഹൃദയനാഥ, ഞങ്ങളെ നീ സ്വന്തമായി ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ചിന്തി നീ കുഞ്ഞാടേ, നിന്നിൽ ഞാൻ കാണുന്നെൻ്റെ പായി. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ, നിന്നിൽ ഞാൻ കാണുന്നെൻ്റെ പായി. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, 1000 സൂര്യനെ വെല്ലുന്ന ശുഭയിൽ കയ്യിലാണീ പഴുതും കാട്ടി അവൻ മേഘരൂഢനായി മാറി. കയ്യിലാണീ പഴുതും കാട്ടി അവൻ മേഘരൂഢനായി മാറി. ആ കുഞ്ഞാടി നിന്നിൽ ഞാൻ കാണുന്നെൻ്റെ പായി, കാണുന്നെൻ്റെ
പായി. കാൽവരി കുന്നിന്മേ എൻ പേർക്കായി ചിന്തി നീ. കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റെ പായി, കാണുന്നെൻ്റെ പായി. യഥാർത്ഥമായ സൗഭാഗ്യത്തെ തിരുഹൃദയത്തോട് ചേർത്ത് ധ്യാനിക്കുമ്പോൾ ഈശോയുടെ ഗത്സമനി പ്രാർത്ഥനയെക്കുറിച്ച് ധ്യാനിക്കാതെ നമുക്ക് വയ്യ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: പിതാവേ, സമയമായിരിക്കുന്നു, പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ എന്ന്. വീണ്ടും ഈശോ പറയും, അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടുത്തോടു കൂടി ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. തിരുഹൃദയനാഥ, ഞങ്ങളുടെ ഓരോരുത്തരെയും ഏൽപ്പിച്ച ജോലികൾ നിന്റെ ഹിതത്തിനനുസരിച്ച് ആക്കുമ്പോഴാണ് പിതാവേ നീ മഹത്വപ്പെടുത്തുന്നതെന്ന് തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരികയായിരുന്നു. ഞങ്ങളായിരിക്കുന്ന ചുറ്റുപാടുകളിൽ ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നവൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും എന്ന് അരുൾ ചെയ്ത തിരുഹൃദയനാഥൻ്റെ വചനങ്ങൾക്ക് കാതോർത്തുകൊണ്ട് ഏൽപ്പിച്ച ജോലി അപ്പായുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് പൂർത്തീകരിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. എന്നും നിലനിൽക്കുന്ന ധനത്തെ മാത്രം മുറുകെ പിടിച്ച് മുന്നേറുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. വിശുദ്ധ പത്രോസ്ലീഹ പറയുന്നത് ഇപ്രകാരമാണ്: മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യരാണ്, അവരുടെ മഹിമ പുല്ലിൻ്റെ പൂവിന് തുല്യവും. പൂവ് ഇന്ന് കാണുന്ന പൂ നാളെ വാടിക്കരിഞ്ഞു പോകുന്നു. മനുഷ്യരുടെ മഹിമയും അപ്രകാരമാണ്. സമ്പത്ത്, സമൃദ്ധി, പേര്, പെരുമ ഇതെല്ലാം ദൈവസന്നിധിയിൽ ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമായ കാര്യങ്ങളാണെന്നാണ് വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ നമ്മളെ പഠിപ്പിക്കുന്നത്. 16-ാം അധ്യായം 8-ാം തിരുവചനം: മനുഷ്യർക്ക് ഉത്കൃഷ്ടമായവ ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമത്രേ. തുടർന്ന് അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുന്നു ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിലൂടെ മനുഷ്യജീവിതത്തിലെ സമ്പത്ത് കൊണ്ട്, സമൃദ്ധി കൊണ്ട് അവനൊന്നും തന്നെ കെട്ടിപ്പിടിക്കാൻ സാധിക്കുകയില്ലെന്നാണ് ഉപമയിലൂടെ അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചത്. അപ്പായുടെ ഹൃദയത്തിന് വിട്ടുകൊണ്ടുകൊണ്ട് തന്നെ പൂർണ്ണമായി സമർപ്പിച്ച ഈശോയുടെ ആ വലിയ സമർപ്പണ ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ നിമിഷം നമുക്ക് ധ്യാനിക്കാം. അപ്പായുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിച്ച തിരുഹൃദയനാഥന് ദിവ്യകാരുണ്യ ഈശോയ്ക്ക് അവിടുന്ന് കൊടുത്തത് കൃപകൾക്ക് മേൽ കൃപയുള്ള പദവിയാണ്. എല്ലാ കൃപകളുടെയും കോടിപതിയായി ദിവ്യകാരുണ്യനാഥനെ അവിടുന്ന് ഉയർത്തി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 16-17 തിരുവചനം: അവൻ്റെ പൂർണ്ണതയ്ക്കുമേൽ, അവരുടെ പൂർണ്ണതയിൽ നിന്നാണ് നമ്മൾ കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചത്. കൃപ, സത്യം യേശു ക്രിസ്തു വഴിയാണ് ഉണ്ടായത്. എങ്ങനെയാണ് യേശു ക്രിസ്തു വഴി കൃപയുണ്ടായത്? തിരുഹൃദയനാഥൻ അപ്പായുടെ ഇഷ്ടത്തിന് തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തപ്പോഴാണ് കൃപയുടെ കോടിപതിയായി മാറിയത്. തിരുഹൃദയനാഥ, യഥാർത്ഥമായ സൗഭാഗ്യത്തെപ്പറ്റി ഈ ദിവസം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ യേശുക്രിസ്തുവിനുള്ളവൻ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും വിചാരങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ തിരുവചനത്തോട് ചേർത്ത് ദിവ്യകാരുണ്യനാഥ ഞങ്ങളെ പൂർണ്ണമായി നിനക്ക് വിട്ടുതരുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്തകളെയും വിചാരങ്ങളെയും വികാരങ്ങളെയും ദൈവമഹിമയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ ഞങ്ങൾ ആ വ്യാപരിച്ച ഓരോ മേഖലകളെയും ഓർത്ത്
ദൈവത്തെ അംഗീകരിക്കാതെ ഞങ്ങൾ ജഡിക മോഹങ്ങളുടെ പിന്നാലെ പിഞ്ചെന്ന നിമിഷങ്ങളെ ഓർത്ത് എല്ലാം ഈശോയെ മാപ്പപേക്ഷിക്കുന്നു. കാൽവരിക്കുന്നില് ഞങ്ങൾക്കായി നീ രക്തം ചിന്തി, അവിടുത്തെ രക്തം വഴിയാണല്ലോ ഞങ്ങൾക്ക് പാപമോചനവും രക്ഷയും കൃപയും പ്രദാനം ചെയ്തത്. ആ വലിയ നിന്റെ കൃപയ്ക്ക്, രക്ഷയെ നിന്ദിച്ച് ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ അപരാധങ്ങൾക്കും ദിവ്യകാരുണ്യമേ മാപ്പേകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ മേഘരൂഢനായി മാറി, കയ്യിലാണീ പഴുതും കാട്ടി. അവൻ മേഘരൂഢനായി മാറി, ആ കുഞ്ഞാടി നിന്നിൽ ഞാൻ കാണുന്നെൻ്റെ പായി, കാണുന്നെൻ്റെ പായി. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ, കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റെ പായി, കാണുന്നെൻ്റെ പായി. ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം യേശുവിൻ്റെ ആ വലിയ കരുണയെപ്പറ്റി നമുക്കൊരു നിമിഷം ധ്യാനിക്കാം. യഥാർത്ഥമായ സൗഭാഗ്യത്തെ തിരുഹൃദയനാഥൻ്റെ കരുണയോട് ചേർത്ത് വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപയാണ് നമ്മൾ ഓരോരുത്തരെയും ഉന്നതരാക്കുന്നത്. ആ വലിയ കൃപയ്ക്കായി നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാ മക്കളെയും തിരുഹൃദയനാഥ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ആരാധനയിൽ ലോകം മുഴുവനും പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള ഓരോ മക്കളെയും തിരുഹൃദയനാഥ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഏറെ പ്രത്യേകമായി ഞങ്ങളുടെ ഡയറക്ടർ അച്ഛനെയും സ്പിരിച്വൽ ആനിമേറ്ററിനെയും എല്ലാ ശുശ്രൂഷകരെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് തങ്ങളുടെ ആത്മഭാരങ്ങൾ ഹൃദയ നൊമ്പരത്തോടെ സമർപ്പിക്കുന്ന ഓരോ മക്കളെയും ഏറെ പ്രത്യേകമായി നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയ നൊമ്പരങ്ങൾ മറ്റെല്ലാവരേക്കാൾ അധികമായി തിരുഹൃദയനാഥ നീ അറിയുന്നു. ഇപ്പോഴത്തെ ഈ സങ്കടവും എല്ലാം സാഹചര്യങ്ങളും എല്ലാം കടന്നു പോകും. തിരുഹൃദയനാഥ നിന്റെ തിരുഹൃദയം മാത്രമേ എന്നും വിജയിക്കുകയുള്ളൂ. ഒരു നിമിഷം കരങ്ങളുയർത്തി നമുക്ക് സ്തുതിക്കാം. ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന.
ആവേ